നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ട് കാര്യമില്ല, ലേശം വിവരം വേണം. പറഞ്ഞിട്ട് കാര്യമില്ല, ജാത്യാലുള്ളത് തൂത്താ പോകില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അത്യാവശ്യം വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണം. ഇതാണെങ്കിലോ വെളിവും ഇല്ല, വെള്ളിയാഴ്ചയില്ല, പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു മന്ത്രിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ശിവൻകുട്ടി. വിവരക്കേട് ഒരു കുറ്റമല്ല, പക്ഷേ അതൊരു ഭൂഷണമാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ആശാപ്രവർത്തകർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയോടെയാണ് മന്ത്രിയുടെ വിവരക്കേട് വീണ്ടും വ്യക്തമാകുന്നത്. വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പരാമർശം. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശിവൻകുട്ടി ഇക്കാര്യം പറഞ്ഞത്. അതായത് ആശാപ്രവർത്തകരെ അങ്ങേയറ്റം അപമാനിക്കുകയാണ് ഈ ഒരു പ്രസ്താവന കൊണ്ട് ശിവൻകുട്ടിയുടെ ഉദ്ദേശം. തൊഴിൽ സമരത്തെ 50 ദിവസം അപമാനിച്ചിട്ട് മന്ത്രിക്ക് അങ്ങോട്ട് മതിയായിട്ടില്ല എന്നാണ് ആശമാർ ഇതിനോട് പ്രതികരിച്ചത്. സംസ്ഥാന തൊഴിൽ മന്ത്രി ഇത്തരം പ്രസ്താവനകൾ നിർത്തണം. തൊഴിൽ സമരത്തെ 50 ദിവസം അപമാനിച്ചിട്ടും മന്ത്രിക്ക് മതിയായിട്ടില്ലെന്നാണ് ആശാ സമര സമിതി നേതാവ് MA ബിന്ദു പറയുന്നത്. മുറിച്ച മുടിയുടെ 60% കേന്ദ്രത്തിനും 40% സംസ്ഥാന സർക്കാരിനും അയക്കാമെന്നും ബിന്ദു കൂട്ടിച്ചേർത്തു. സ്ത്രീയെ സംബന്ധിച്ച് മുടി മുറിക്കുക എന്നാൽ കഴുത്തു മുറിക്കുന്നതിന് തുല്യമാണ്. ആ പ്രതിഷേധം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 50 ദിനരാത്രങ്ങൾ രാവും പകലും മഴയും മഞ്ഞും പൊരി വെയിലും കൊണ്ടിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നില്ല. ലോകത്തിന്റെ മനസാക്ഷിക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ സമരം വയ്ക്കുകയാണ്. ഈ സർക്കാർ കണ്ണു തുറന്നെങ്കിലും ലോക മനസാക്ഷിയെ ഞങ്ങളുടെ മുന്നിൽ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അമ്മമാരുടെ കണ്ണുനീരാണ് അത്രയും. ഈ മുടി മുറിക്കലും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുലം തന്നെ മുടിഞ്ഞു പോകും എന്നും ആശാവർക്കർമാർ പറയുന്നു. ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് 51ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാരിന്റെ അവഗണനയെ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം, അതായത് 50ാം ദിവസം ഇവർ മുടിമുറിച്ചത്. 100ഓളം ആശാപ്രവർത്തകരാണ് ഇവർക്ക് പിന്തുണയുമായി വന്ന് മുടിമുറിക്കൽ സമരത്തിൽ പങ്കാളികളായത്. എന്നിട്ടും മന്ത്രിക്ക് അതുകൊണ്ടൊന്നും അടങ്ങുന്ന മട്ടില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.